അസുഖം വന്നാൽ അത് മാറാൻ മരുന്ന് കഴിക്കണം. എന്നാൽ എത്രയും വേഗം അസുഖം മാറി വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ മരുന്ന് ഇളം ചൂടുവെള്ളത്തിനൊപ്പം കഴിക്കുന്നത് നന്നായിരിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. മരുന്ന് വയറിലെത്തി അലിഞ്ഞ് അതിലെ പല ഘടകങ്ങൾ നമ്മുടെ രക്തപ്രവാഹത്തിലേക്ക് എത്തുമ്പോഴാണ് രോഗം മാറി തുടങ്ങുന്നത്. ഈ പ്രക്രിയയെ കാര്യക്ഷമമാക്കാൻ ഇളം ചൂടുവെള്ളം സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. വെള്ളമില്ലാതെ മരുന്ന് കഴിക്കുന്നതും തണുത്ത വെള്ളത്തിൽ മരുന്ന് കഴിക്കുന്നതിനെയും അപേക്ഷിച്ച് മരുന്ന് പെട്ടെന്നലിഞ്ഞ് രക്തപ്രവാഹത്തിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യപ്പെടാൻ ഇളം ചൂടുവെള്ളം സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ. മരുന്ന് കഴിക്കുമ്പോൾ തൊണ്ടയ്ക്കും അന്നനാളിക്കും ഉണ്ടാകുന്ന അസ്വസ്ഥത ലഘൂകരിക്കാൻ ഇളം ചൂടുവെള്ളം ഉപകരിക്കും. മരുന്നിനോട് ഒപ്പമല്ലാതെ വെറുതെ കുടിക്കുമ്പോഴും ഇളം ചൂടുവെള്ളത്തിന് ചില ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഡയറ്റീഷ്യന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. വയറിലെയും കുടലിലെയും പേശികളെ റിലാക്സ് ചെയ്യിക്കാനും ഇവിടേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും ദഹനത്തെ കാര്യക്ഷമമാക്കാനും ഇളം ചൂടുവെള്ളത്തിന് സാധിക്കും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, മിതമായ ഒരു താപനിലയ്ക്കപ്പുറമുള്ള ചൂട് മരുന്നിലെ ചില ഘടകങ്ങൾക്ക് നാശമുണ്ടാക്കും. അതിനാൽ തന്നെ അമിതമായ ചൂടുള്ള വെള്ളത്തിലൊന്നും മരുന്ന് കഴിക്കാൻ ശ്രമിക്കരുത്. പാൽ, ചായ, കാപ്പി, പഴച്ചാറുകൾ എന്നിവയ്ക്കൊപ്പവും മരുന്ന് കഴിക്കുന്നത് കാര്യക്ഷമത കുറയ്ക്കും. മരുന്ന് എങ്ങനെ കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശവും മരുന്നിന്റെ ലേബലിലുള്ള നിർദ്ദേശവും പിന്തുടരേണ്ടതാണ്. ചില മരുന്നുകൾ വെള്ളത്തിൽ അലിയിച്ച് കഴിക്കാൻ നിർദ്ദേശിച്ചാൽ അത് കർശനമായി പാലിക്കാനും ശ്രദ്ധിക്കണം. ഹെൽത്ത് മാക്സ് മലയാളം.